സംസ്ഥാനത്ത് ഷിഗല്ലയും നിപ്പയും സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര സംഘം ഇന്ന് എത്തുകയാണ്. നിപ്പ ബാധ സ്ഥിരീകരിച്ച കോഴിക്കോട്ടേക്കാണ് കേന്ദ്ര സംഘം എത്തുന്നത്. ഈ രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള പഠനമാകും കേന്ദ്ര സംഘം ആദ്യഘട്ടത്തിൽ നടത്തുക. കോഴിക്കോട് നിന്ന് രമ്യാദാസാണ് വിശദാംശങ്ങൾ നൽകുന്നത്. രമ്യ, എന്തായാലും ഇതൊരു വലിയ ആശങ്കയായി. ഒരു ഭാഗത്ത് നിപ്പ, മറുഭാഗത്ത് ഷിഗല്ല ഉണ്ടാവുകയാണ്. ഇന്ന് കേന്ദ്ര സംഘം എപ്പോഴാണ് ഡൽഹിയിൽ നിന്ന് കോഴിക്കോട് എത്തുക? അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? ഏതൊക്കെ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം? ഗൗതം, അശ്വതി, അതായത് ഇന്ന് കേന്ദ്ര സംഘം ഈ നിപ്പ ബാധയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കേന്ദ്ര സംഘം കോഴിക്കോട് എത്തുക. പ്രധാനമായും വരിക കോഴിക്കോട് ഈ നിപ്പ ബാധിതന്റെ പ്രദേശങ്ങളിൽ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. രാവിലെ തന്നെ ഇവർ എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ഈ 8 വർഷത്തിനിടയിൽ പലതവണയായി കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെല്ലാം തന്നെ നിപ്പ ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൃത്യമായി ഉറവിടം കണ്ടെത്താൻ ഈ കേസുകളിലൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക ഉണർത്തുന്നത്. കാരണം ഈ നിപ്പ ബാധ വവ്വാലുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന നിഗമനത്തിൽ തന്നെയാണ് നിലവിൽ ആരോഗ്യവകുപ്പുള്ളത്. പക്ഷേ ഇത് എങ്ങനെയാണ് ഈ മനുഷ്യരിലേക്ക് പടരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഈ 8 വർഷത്തിനിടെ പലതവണയായിട്ടും ഈ രോഗം സ്ഥിരീകരിച്ചിട്ടും കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ തന്നെയാണ് ഈ കേന്ദ്ര സംഘം ഇന്ന് എത്തുന്നത്. കൂടാതെ ഈ ഫറൂഖിലെ നിപ ബാധിതനായ ഫറൂഖിന്റെ വീട്ടിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുമെല്ലാം കൃത്യമായൊരു അന്വേഷണവും പരിശോധന നടത്തുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സംഘത്തിന്റെ ഇന്നത്തെ വരവിന്റെ ഉദ്ദേശം കൂടിയുള്ളത്. നിലവിൽ ഈ നിപ കേസുമായി ബന്ധപ്പെട്ട് ഏറെ ആശ്വാസകരമായ കാര്യം, പുതിയതായി ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളോടുകൂടി ആളുകളെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ റിപ്പോർട്ടുകളും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. നിലവിൽ സമ്പർക്ക പട്ടിക കൂടുതൽ വിപുലീകരിച്ചിട്ടുണ്ട്. നിലവിൽ 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ഏറ്റവും ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ 4 പേരും, ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ 16 പേരും, നിലവിൽ 87 പേരാണ് അപ്പോൾ ഈ സമ്പർക്ക പട്ടികയിലേക്ക് എത്തുന്നത്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ ഈ നിപ റിപ്പോർട്ട് ചെയ്ത ഫറൂഖ് നഗരസഭ 5-ാം വാർഡിൽ ഉൾപ്പെടെ ഈ കർശന പരിശോധനയും അതുപോലെ തന്നെ വീടുകളിൽ സർവേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലെല്ലാം നടത്തി വരികയാണ്. ഇതിൽ പനിയുള്ള 12 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പനിയുള്ള 12 പേരെ കണ്ടെത്തിയാലും ഇവർക്കൊന്നും തന്നെ നിപ രോഗലക്ഷണങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറെ ആശ്വാസകരമായ കാര്യം. കൂടാതെ തന്നെ ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമും യോഗങ്ങളും തുടരെയുള്ള വിലയിരുത്തലുകളും എല്ലാം പ്രദേശത്ത് വ്യക്തമാണ് കാര്യങ്ങൾ.